Hi everyone, it's me Harsha and welcome back to my channel. In this video, we will hair care hacks or hair care mistakes. My personal hair care is postpartum hair fall. 7-8 months hair fall. In my case, ഞാൻ ആലോചിച്ചു എന്തായിരിക്കും ഇതിന്റെ കാരണം പല കാരണങ്ങളുണ്ട് ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റീസൺ നമ്മുടെ obviously ഹോർമോണൽ ചേഞ്ചസ് ആണ് പക്ഷെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ പ്രശ്നം എൻ്റെ സൈഡിൽ നിന്ന് എന്താണ് ഒരു തെറ്റ് വരുന്നത് എന്താണ് മിസ്റ്റേക്ക് അപ്പോൾ ആ മിസ്റ്റേക്കൊക്കെ ഞാൻ കണ്ടുപിടിച്ചു ആൻഡ് അതിനൊരു സൊല്യൂഷനും ഞാൻ കണ്ടുപിടിച്ചു അപ്പം അതൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റെജീം ഫോളോ ചെയ്യുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമുക്കൊരു ബേസിക് സ്കിൻ കെയർ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കൊരു ബേസിക് ഹെയർ കെയറും വേണം അതാണ് എപ്പോഴും നല്ലത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റെജീം ഫോളോ ചെയ്യുക rather than having a intense and complex hair care rather than having a intense and complex hair care routine അപ്പം എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ ആണെങ്കിൽ നമുക്കിത് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല അതല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടൊക്കെയുള്ള ഹെയർ കെയർ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര മടിയാവും അല്ലേ അപ്പം അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഹെയർ കെയർ റുട്ടീനാണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് ഒരു മടിയും വരില്ല മിസ്റ്റേക്ക് അവോയ്ഡ് ഓവർ ഹെയർ വാഷിംഗ് യെസ് നമ്മുടെ കേരളത്തിൽ ഇപ്പം ഞാൻ കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലെ ഒരു എന്താ പറയുക ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ തല കുളിച്ചില്ലെങ്കിൽ കുളി ആയില്ല അങ്ങനെയാണ് ബട്ട് അങ്ങനത്തെ കേസൊന്നും അല്ല പേഴ്സൺ ടു പേഴ്സൺ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും ഓക്കെ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എൻ്റെ ഒരു പേഴ്സണൽ ഹെയർ കെയറിൽ ഞാൻ 3 times a week മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ ഒരുപാട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകും നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സ് ബ്രിറ്റിൽ ആകും സോ ടു അവോയ്ഡ് ദാറ്റ് നമ്മൾ എപ്പോഴും ഒരു മിനിമം ടൈം മാത്രം ഹെയർ വാഷ് ചെയ്യുക obviously നമ്മുടെ ഹെയർ ഓയിലി ആവും ഗ്രീസി ആവും എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ യു മസ്റ്റ് റെസ്ട്രിക്റ്റ് യുവർ സെൽഫ് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഒരുപാട് ഡ്രൈ ആക്കും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത് കാരണം ഡെലിവറി കഴിഞ്ഞ സമയത്ത് എല്ലാ ദിവസവും ഹെയർ വാഷിങ് ചെയ്യായിരുന്നു ഓയിലിംഗ് ചെയ്തിട്ടാണെങ്കിൽ പോലും എൻ്റെ ഹെയർ ഡ്രൈ ആവുമായിരുന്നു ബട്ട് ഇപ്പോൾ ഞാൻ അതൊക്കെ എല്ലാം മാറ്റി നമ്മുടെ ബേസിക് നമ്മുടെ നോർമൽ റുട്ടീനിൽ വന്ന് 3 times a week മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ആൻഡ് സ്കാൽപ്പ് ആണെങ്കിലും അത്രയും ഡ്രൈ ആവില്ല ടിപ്പ് അവോയ്ഡ് യൂസിങ് ഹോട്ട് വാട്ടർ യെസ് കോൾഡ് വാട്ടർ ആണ് എപ്പോഴും നമ്മുടെ ഹെയർ ക്യൂട്ടിക്കൽസിനെ റിപ്പയർ ചെയ്യാനായിട്ട് നല്ലത് നമ്മുടെ ഹെയർ ക്യൂട്ടിക്കൽസ് ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് കോൾഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും തണുപ്പ് സമയത്ത് കോൾഡ് വെതറിലൊക്കെയാണ് തണുപ്പ് ഏരിയയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയൊക്കെ ഹോട്ട് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യാം പക്ഷെ നമ്മൾ ഒരിക്കലും ഹെയർ നമ്മുടെ കോൾഡ് വാട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യരുത് നമ്മുടെ എന്താ പറയുക ഈ ഹോട്ട് വാട്ടർ വെച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ പോർസ് ഓപ്പൺ ആവും സ്കാൽപ്പിലെ പോർസ് ഓപ്പൺ ആവും ആൻഡ് നമ്മുടെ മുടി നന്നായിട്ട് ഹെയർ ഫോളിനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പോർസിനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് സോ എപ്പോഴും കോൾഡ് വാട്ടർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് ഡു നോട്ട് റബ് യുവർ ഹെയർ ഡ്രൈ വിത്ത് ടവൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് വന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇട്ട് ഹെയർ റബ്ബ് ചെയ്യും അതൊരിക്കലും ചെയ്യരുത് എപ്പോഴും ഒരു മൈക്രോ ഫൈബർ ടവൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു നല്ല കോട്ടൻ്റെ ടീഷർട്ട് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് അത് റാപ്പ് ചെയ്ത് വെക്കും കുറച്ച് നേരം അങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ എക്സസ് വാട്ടർ അതങ്ങോട്ട് പോയി കിട്ടും ആൻഡ് നോർമലി ഞാൻ എയർ ഡ്രൈ ചെയ്യാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞാൻ
ബ്ലോ ഡ്രൈ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഫാനിൻ്റെ കാറ്റ് വെച്ചിട്ട് മുടി ഉണങ്ങുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റബ്ബ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യരുത്. ടിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റ്. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല, കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പം നമ്മൾ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ് എടുക്കുക. ഇപ്പോൾ ഇൻ കേസ് അതുകൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസൾട്ട് ഡോക്ടർ. അവർ നമുക്ക് നല്ല സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യും. ആൻഡ് അതല്ല ഡോക്ടറിൻ്റെ അടുത്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലി സോഴ്സ്ഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ഡയറ്റ് നന്നായിട്ട് വയ്ക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജീസ് ഒക്കെ നന്നായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഓൾ ടുഗെദർ പ്രോട്ടീൻ, മിനറൽസ്, കാൽഷ്യം, വിറ്റമിൻസ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് വേണം നമ്മളെപ്പോഴും കഴിക്കാനായിട്ട്. നെക്സ്റ്റ് റെഗുലർ ട്രിമ്മിങ്. നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിൻ്റെ എൻഡ് എപ്പോഴും സ്പ്ലിറ്റ് എൻഡ്സ് വരും, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുണ്ടാവും. അതൊക്കെ ജസ്റ്റ് 2 monthsനുള്ളിൽ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാം. ആൻഡ് ഒരു മിത്താണ് ദാറ്റ് നമ്മൾ മുടി ട്രിം ചെയ്യുന്നവർ നമ്മുടെ മുടി വളരും എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു മിത്താണ്. നമ്മുടെ ഹെയർ ഇവിടുന്നാണ് വളരുന്നത്, താഴേന്നല്ല. അതുകൊണ്ട് നമുക്ക് ട്രിം ചെയ്യാം, ബട്ട് നമ്മുടെ ട്രിം ചെയ്യേണ്ട ആവശ്യം നമുക്ക് എപ്പോഴാണ് വരുന്നത്? നമ്മുടെ എന്തെങ്കിലും ഡെഡ് എൻഡ്സ്, സ്പ്ലിറ്റ് എൻഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെയർ എൻഡ്സ് ഡാമേജ് ആയിട്ടുണ്ട്, അതാകുമ്പം നമുക്ക് ഭയങ്കര വൃത്തികേടല്ലേ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കേസിൽ മാത്രം നമ്മൾ ട്രിമ്മിങ് ചെയ്യുക. 2 months 3 monthsൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ട്രിം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്, ലാസ്റ്റ് ടിപ്പാണ്, ഫൈൻഡിങ് കറക്റ്റ് പ്രോഡക്ട്സ് ഫോർ യുവർ ഹെയർ. യെസ്, ഇപ്പം നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അക്കോർഡിംഗ് ആയിട്ടുള്ള കറക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലം നോക്കാം. എന്താണ് പ്രോബ്ലം? ഡ്രൈ സ്കാൽപ്പാണോ, ഇച്ചി സ്കാൽപ്പാണോ, ഓയിലി സ്കാൽപ്പാണോ, ഹെയർ ഫോൾ ആണോ, ഡാമേജ് ആണോ, ഡ്രൈ ആണോ? അങ്ങനത്തെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഫൈൻഡിങ് നടത്തിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആൻഡ് സീറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ അത് നിങ്ങൾക്ക് വർക്കാവും. എൻ്റെ ഷാംപൂ കണ്ടീഷണർ സീറം ഞാൻ എൻ്റെ ഹെയർ പ്രോബ്ലം അക്കോർഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. കണ്ണി കണ്ടതൊന്നും എടുത്ത് വലിച്ച് വാരി നമ്മൾ തലയിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, ആഫ്റ്റർ ഓൾ നമ്മുടെ മുടിയാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാർഷ് കെമിക്കൽസ് ഇല്ലാത്തത് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ ബിസി റൂട്ടീനിൽ നമുക്ക് നമ്മുടെ പഴയ നാട്ട് വൈദ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും, ബട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കുറേ കെമിക്കൽ ഫ്രീ ആയിട്ട്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് അങ്ങനത്തെ പ്രോഡക്റ്റ് നോക്കുക ആൻഡ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ ഒരുപാട് ഹാർഷ് കെമിക്കൽസ് ഉള്ള ഷാംപൂ കണ്ടീഷണർ സീറം യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹെയർ കെയർ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ ഇതൊക്കെ എല്ലാം അവോയ്ഡ് ചെയ്തപ്പോൾ ടച്ച് വുഡ് എൻ്റെ ഹെയർ ഫോൾ ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹെയർ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. സ്പ്ലിറ്റ് എൻഡ്സ് എനിക്ക് പണ്ടും ഉണ്ടായില്ല, സ്പ്ലിറ്റ് എൻഡ്സ് എനിക്ക് ഇപ്പോഴും ഇല്ല. ഡാമേജിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി കുറച്ച് ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മുടി നല്ല നീളമായതുകൊണ്ട് നമുക്ക് അത്രയും ട്രിം ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഹെൽത്തി ഹെയർ വേണമെങ്കിൽ നമുക്ക് ട്രിം ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർസെൽഫ്.